അൽഹംദുലില്ലാ ബഹുമാനിയനായ കാനാർ അഹമ്മദ് കബീർ വാക്കബി ഉസ്താദ് അൽഹംദുലില്ലാ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ കിട്ടിയ ഒരു അതിഥിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ സിൻസാറുൽ ഹഖുദവിയും ഇൻഷാ അല്ലാഹ് രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ അല്ലാഹു രണ്ട് ഉസ്താദന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നത് ആ നൗഷാദ് ഹാജി ഇന്ന് മണ്ണിനടിയിലാണ്. ആ പറഞ്ഞ ഉസ്താദ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ഉസ്താദന്മാർ, കബീർ വാക്കബി ഉസ്താദിന് ഇന്ന് ഹദ്ദാദ് നഗറിൽ പരിപാടി ഉണ്ടായിരുന്നു. ഉസ്താദ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതെങ്കിലും അൽഹംദുലില്ലാ ഏതൊരാളിന്റെയും വലിയൊരു ആഗ്രഹമാണ് ഇൻഷാ അല്ലാഹ് മക്കാമുകളിൽ വരിക, പ്രസംഗിക്കുക എന്നുള്ളത്. അപ്പൊ അൽഹംദുലില്ലാ ഉസ്താദ് അവர்களுം എത്തി, രണ്ടുപേരും എത്തി. രണ്ടുപേർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ മാലിക് ദിനാർ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഈ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും എല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ മരണവാർത്ത വിളിച്ചു പറയുകയാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എല്ലാ കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. അവസാനം നമ്മുടെ ജനാസ കുളിപ്പിച്ചു. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിയുകയാണ്. പടച്ചവനെ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തുകയാണ്. പള്ളിയിൽ നിന്ന് ഉസ്താദന്മാര് വന്നു, കുടുംബക്കാര് വന്നു, നാട്ടുകാര് വന്നു, സ്നേഹിക്കുന്നവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, പഞ്ഞി എവിടെ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പടച്ചവനെ പഞ്ഞി കിടക്കുകയാ, മൂക്കിന്റെ ദാരത്തില് പഞ്ഞി വെക്കുകയാണ്. അതാ 3 കഷ്ടം വെള്ള തുണിയിൽ നിങ്ങളുടെ ജനാസ പൊതിയുകയാണ്. മാലിക് ദിനാർ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടില് വീടിന്റെ പുറത്ത് കിടക്കുന്നുണ്ട്. പടച്ചവനെ ആരോ പറയുകയാണ്, ജനങ്ങളൊക്കെ കണ്ടത് മതി പൊതിയാൻ പറയുകയാ. അവിടെ നിന്ന് ജനാസ പൊതിഞ്ഞു. ഈ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലേക്ക് നിന്റെ ജനാസ എടുത്ത് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാ. ഏത് കരയാത്തവനും കരഞ്ഞു പോകുമല്ലോ. എല്ലാവരും പൊട്ടിക്കരയുന്ന സമയമാണ്. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇച്ചാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിലവിളിക്കുകയാണ്. ഒരാളും പരിഗണിക്കുന്നില്ല. ആ മയ്യത്ത് കട്ടിൽ അവിടെ നിന്ന് ചുമക്കുകയാണ്. ആ മയ്യത്ത് കട്ടിൽ നിന്റെ 6 പേര് ചുമലിലേക്ക് കയറ്റുമ്പോ അവിടെ വെച്ച് തീർന്നടോ. ഉമ്മയും നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ നിന്ന് തീരുകയാ. പടച്ചവനെ ഒരുപാട് ജനങ്ങൾ മരണ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ മയ്യത്തെടുത്ത് കഴിയുമ്പോ വന്നവരെല്ലാവരും മാലിക് ദിനാർ പള്ളിയിലേക്ക് കടന്നു വരുന്നില്ല. ആ വന്നവരിൽ നിന്ന് ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേര് നിന്റെ കുടുംബക്കാര് ജനാസയുടെ പുറകിൽ വരികയാണ്. പള്ളിയിൽ കൊണ്ടുവച്ചു. പടച്ചവനെ ഒതുപെടുത്തു. പള്ളിക്കകത്ത് കയറി. പടച്ചവനെ മജീദ് വാക്കബി ഉസ്താദ് കടന്നു വന്നു. മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അവിടെ ദുആ ചെയ്തു. 4 തക്ബീറുകൾ പറഞ്ഞുകൊണ്ട് മയ്യത്ത് നമസ്കാരം അവിടെ പൂർത്തീകരിക്കുകയാ. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അവിടെ ജനാസ പിന്നെ പള്ളിപ്പറമ്പിലേക്ക് എടുക്കുമ്പോ പള്ളിയിൽ വന്നവരിൽ നിന്ന് കുറച്ചു പേര് പിരിഞ്ഞു പോവുകയാ. പിന്നെ കുറച്ചു പേരാണ് വരുന്നത്. അവര് പള്ളിപ്പറമ്പിൽ
പറമ്പിലേക്ക് വന്നു. പടച്ചവനെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞു മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരിയിട്ട് ഖബറിന്റെ മുകളിൽ മണ്ണ് വെട്ടിയിടുമ്പോ അവിടുന്ന് പിന്നെയും ഒരു വിഭാഗം പിരിഞ്ഞു പോവുകയാണ്. അവസാനം ഒരു ചെറിയ ന്യൂനപക്ഷം അവര് ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. ഖബറടക്കി, ചെടി നട്ടു, വെള്ളമൊഴിച്ചു, ഉസ്താദ് ഫാത്തിഹ ഓതി ദുആ ചെയ്തു. പടച്ചവനെ അവസാനം ദുആ ചെയ്ത് കഴിയുമ്പോ നിന്റെ വാപ്പയാകട്ടെ, നിന്റെ ഉമ്മയാകട്ടെ, നിന്റെ മക്കളാകട്ടെ, നിന്റെ കൂടപ്പുറപ്പാകട്ടെ, നീ എത്ര കണ്ട് സ്നേഹിച്ചവരാകട്ടെ, എല്ലാവരും നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കുടിച്ചിട്ടിട്ട് അതാ മണ്ണ് വാരിയിട്ട് വെള്ളവും ഒഴിച്ച് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും സലാം പറഞ്ഞ് പിരിയുകയാണ്. മഅസലാമാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് നിന്നെ കുടിച്ചിടുകയാ. നീയാണെങ്കിൽ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കടന്ന് ശീലമില്ലല്ലോ, ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് കടന്നിട്ടേ ഇല്ല. പടച്ചവനെ മാതാപിതാക്കള്, കൂടപ്പറപ്പുകള്, കുടുംബക്കാര്, ഭാര്യ, മക്കള്, കൂട്ടുകാരുടെ കൂടെ ജീവിച്ചവനാട്. പടച്ചവനെ നിന്നെ കൊണ്ടുവന്ന് 6 അടി മണ്ണിന്റെ ഒരു കുടിക്കകത്ത് ഇറക്കി കടത്തി പലക നിരത്തി മണ്ണിട്ട് പൂടിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവിടെയല്ലേ നിനക്ക് സഹായം വേണ്ടത്, അവിടെയല്ലേ കൂട്ടുകാരന് വേണ്ടത്, അവിടെയല്ലേ യഥാർത്ഥ സ്നേഹബന്ധത്തിന്റെ കഥ പറയാൻ കഴിയുന്നത്. പടച്ചവനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഖബറിനകത്ത് കിടക്കുമ്പോ നീ സ്നേഹിച്ചവരെല്ലാം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മടങ്ങി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇവരെയാണോ സ്നേഹിക്കേണ്ടത്? ഇവരെയാണോ സ്നേഹിക്കേണ്ടത്? നിന്നെ കൊണ്ടുവന്ന് ഖബറിനകത്ത് ഖബറിനകത്ത് ഇട്ടിട്ട് പോകുന്നവരെയാണോ സ്നേഹിക്കേണ്ടത്? അതോ നിന്നെ ഒരിക്കലും കൈവിടാത്ത നിന്റെ ദുനിയാവിലെ ജീവിതം, പടച്ചവനെ ദുനിയാവില് ജീവിക്കുമ്പോ നിന്റെ കൂടെ നടന്ന് പടച്ചവനെ നിന്റെ മരണസമയത്തും നിന്റെ ഖബറിനകത്തും നിന്റെ പരലോകത്തും നിന്റെ മഹ്ശറിലും നാളെ സിറാത്തിലും മീസാനിലും അല്ലാഹുവിന്റെ സ്വർഗ്ഗം വരെ കൊണ്ടുപോകുന്നവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, പെരുവഴിയിൽ കളഞ്ഞു പോകാത്ത, പെരുവഴിയിൽ നിന്ന് കളഞ്ഞിട്ട് പോകാത്ത ഒരു കൂട്ടുകാരന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. നിന്റെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകില്ല. നിന്റെ ജീവിതത്തിന്റെ പകുതിയിൽ പ്രതിസന്ധിയുടെ സമയത്ത് നിന്നെ കൈവിട്ടിട്ട് പോകുന്ന ഒരു കൂട്ടുകാരനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കൂട്ടുകാരെ പറഞ്ഞു തരികയാ. കൂട്ടുകാരാക്കാൻ കഴിയുമോ? സ്നേഹിക്കാൻ കഴിയുമോ? അവരുടെ കൂടെ കൂടാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദുഃഖത്തിലും സന്തോഷത്തിലും നിന്റെ കൂടെയുണ്ട്. പടച്ചവനെ നിന്റെ മരണസമയത്ത് നിന്റെ അടുക്കൽ വന്നിരുന്ന് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൂടെ വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവരാരാണെന്നറിയോ? അവരാരാണെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളെ കൂട്ടുകാരാക്കാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ? നീ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ആരെയെന്നറിയോ? ഈ സിറാജിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് വാപ്പാനെയല്ല, ഉമ്മാനെയല്ല. പിന്നെ ആരെയാണ് പരിചയപ്പെട്ടതെന്നറിയോ? എന്റെ ഉമ്മയുടെ ഗർഭാശയ
ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ എന്റെ ഉമ്മാടെ ഗർഭാശയത്തിന്റെ അകത്തൊരു മലക്ക് കിടന്നു വന്നല്ലോ. ആ മലക്കാണ് എനിക്ക് റൂഹ് ഊതിയത്, ആ മലക്കാണ് എനിക്ക് റിസ്ക് എഴുതിയത്, ആ മലക്കാണ് എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എഴുതി വെച്ചത്. ഞാൻ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്നു മരിക്കുമെന്ന് എന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്തും മലക്ക് വന്ന് എഴുതി വെച്ചല്ലോ. അവിടെ വെച്ചാടോ ഞാനും നിങ്ങളും മലക്കുകളെ പരിചയപ്പെട്ടത്. ആ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്ന് മലക്കുകളെ പരിചയപ്പെട്ടല്ലോ. 9 മാസക്കാലം കഴിഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ അതാ നമ്മുടെ രണ്ട് ചുമലുകളുണ്ടല്ലോ. ഈ ചുമലിന്റെ മുകളിൽ 2 മലക്കുകൾ കയറിയിരിക്കുന്നുണ്ട്. പടച്ചവനെ, അവർ ഉറങ്ങാറില്ല, ഒരു നിമിഷം പോലും അവിടെ നിന്ന് മാറാറില്ല. രാവും പകലും 36 കൊല്ലം കൊണ്ട് 2 മലക്കുകൾ എന്റെ ചുമലിൽ കയറിയിരിക്കുകയാ. ഒരു നിമിഷം പോലും അവരെന്നെ വിട്ടുപിരിയാറില്ല. 36 കൊല്ലമായിട്ട് അവരെന്റെ കന്റെ 2 തോളിൽ ഇരിക്കുകയാണ്. പടച്ചവനെ, ഇനി ഞാൻ മരിച്ചാൽ ആദ്യം കരയുന്നതെന്റെ ഉപ്പയല്ല, എന്റെ ഉമ്മയല്ല, എന്റെ ഭാര്യ മക്കളല്ല, എന്റെ കൂടപ്പിറപ്പല്ല. ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല കൂട്ടുകാരന് പിരിഞ്ഞു പോയല്ലോ അല്ലാ. നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാണ്. നമ്മളെ പിരിയുന്ന സങ്കടത്തില്, നമ്മളെ വിട്ട് പിരിയുന്ന സങ്കടത്തില് അവര് കരയുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമാണോ? മലക്കുകള് സിറാജിനെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണോ? മലക്കുകൾ പറയുന്നു, അല്ലാ, ഞങ്ങളുടെ നല്ല കൂട്ടുകാരനായിരുന്നു പടച്ചവര്, പിരിഞ്ഞു പോയല്ലോ, ഞങ്ങളോട് വിട്ട് പിരിഞ്ഞല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ദുനിയാവിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യ്. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ദുനിയാവിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യൂ. ആർക്ക് വേണ്ടി? മരണപ്പെട്ടു പോയ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. പടച്ചവനെ, ഇതുപോലെ സ്നേഹിക്കുന്ന മലക്കുകളെയല്ലേ കൂട്ടുകാരാക്കേണ്ടത്? അവര് കബറിനകത്ത് വരുമോ? പള്ളിപ്പറമ്പിൽ 6 മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ മലക്കുകൾ നമ്മുടെ കബറിനകത്ത് വരുമല്ലോ, നമുക്ക് സഹായമായിട്ട് വരുമല്ലോ. പടച്ചവനെ, നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ മലക്കുകൾ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളെ സ്നേഹിക്കാം, അല്ലാഹുവിന്റെ മലക്കുകളെ കൂട്ടുകാരാക്കാം. പടച്ചവനെ, നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, എങ്ങനെയാ അല്ലാഹുവിന്റെ മലക്കുകളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത്? അവരെ എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് പരിചയപ്പെടാൻ കഴിയുന്നത്? അവരുമായൊരു സ്നേഹബന്ധമുണ്ടാക്കാനുള്ള വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവര്, ഈ മാലിക് ദിനാർ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി ആയിരങ്ങളോട് പറയുകയാ, നിങ്ങളിൽ ചിലര് അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാ. ചെറുപ്പക്കാരാ, നിങ്ങളിൽ ചിലര് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമാ. നിന്നെ കുറിച്ചറിയാ, നിന്റെ വീടറിയാ, നിന്റെ പേരറിയാ, നിന്റെ ശബ്ദം പോലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ ശബ്ദം പോലും, നിന്റെ പേര്, നിന്റെ വീട്, നിന്റെ പേരും നിന്റെ വീടും നിന്റെ ശബ്ദം പോലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലടോ, നമ്മളിൽ ചിലരുടെ വീട് തന്നെ മലക്കുകൾക്കറിയാം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ചിലര് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയും, സിറാജ് ദുആ ചെയ്യുന്നു, പടച്ചവനെ
അല്ല ഇന്ന ആള് മജീദ് ബാക്കബി ദുആ ചെയ്യുന്ന പടച്ചവനെ, യഹിയ തളങ്കര ദുആ ചെയ്യുന്ന പടച്ചവനെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ശബ്ദം പോലും മലക്കുകൾക്കറിയാം, നിന്റെ വീടറിയാം. അതിന് ഏറ്റവും വലിയ തെളിവ് വേണോ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ കടലിന്റെ അടിയിൽ കിടക്കുകയാ. കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ മലക്കുകൾ പറയുന്നുണ്ട്, പടച്ചവനെ ഒരു ശബ്ദം കേൾക്കുന്നു റഹ്മാനെ, നല്ല പരിചയമുള്ള ഒരു ശബ്ദം കേൾക്കുന്നു. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം മലക്കുകൾ തിരിച്ചറിഞ്ഞിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു എന്ന ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ മലക്കുകളെ സ്നേഹിക്കും മക്കളെ. നിങ്ങളിൽ ചിലരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ, നിങ്ങളെ കുറിച്ച് മലക്കുകൾക്ക് പരിചയമുണ്ട്. ആ മലക്കുകൾ നാളെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൂടെ കിടക്കുന്ന പെണ്ണും പിള്ള പോലും നമ്മളെ സ്നേഹിക്കാറില്ല, അല്ലേ? നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ ഭാര്യമാര് പോലും, നമ്മുടെ മക്കള് പോലും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വളർത്തുന്നു. ഒരു 2-3 ദിവസം മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ബെഡ്റൂമിനൊക്കെ കട്ടിലിനടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. തന്റെ പൊന്നാര മകളുടെ കട്ടിലിനടിയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ പിടിച്ചപ്പോ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അച്ഛനും അമ്മയ്ക്കുമെതിരെ കേസ് കൊടുക്കുന്ന മക്കളുടെ കാലം. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്നത് എവിടെയാ? സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവിന് ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുക്കുന്ന ഭാര്യമാരുടെ കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉറൂസിൽ ഒരുമിച്ച് കൂടിയവരെ, ഈ മഹാനിനെ നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹിച്ച ഇവര് തിരിച്ച് നമ്മളെ സ്നേഹിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതൊന്നും വൺ സൈഡ് പ്രണയമല്ല. ഇവരെ നിങ്ങൾ സ്നേഹിച്ചു നോക്ക്. ഈ കിടക്കുന്ന മഹാരഥൻ അവരെ നിങ്ങൾ എനിക്കിപ്പോഴും ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പള്ളിയിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ മഹലിൽ നിന്ന് ഒരു സിയാറത്ത് പോയി. അവരിന്ന് വരെ സിയാറത്തൊന്നും ഇല്ല. ഞാൻ പാതിരാത്രിയാണ് ഇവിടെ വന്നത്. അന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് മാലിക് ദിനാർ തങ്ങൾ അത്രയും ഒരു ഫാത്തിഹ ഞാൻ മഹാനവറുകളുടെ പേരിൽ ഇറങ്ങണ്ട്. അന്ന് രാത്രി വന്നിട്ട് മജീദ് വാക്കവി വെളിച്ചെടുത്തിയിട്ട് രാത്രി മക്കബറക്കകത്ത് കയറി ഞങ്ങൾ. ഞാൻ പറഞ്ഞത്, സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ തിരിച്ചു സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉസ്താദ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു. തന്റെ പൊന്നാര ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ മകള് പ്രസവിക്കാൻ കിടക്കുന്നു. വാപ്പ കരഞ്ഞു വന്ന് ഇവിടെ നിന്ന് ദുആ ചെയ്തു, തിരിച്ചുപോയി, പ്രസവിച്ചില്ല. വീണ്ടും വന്നു, അതാ പ്രതീക്ഷ. രണ്ടാമത് ഇവിടെ വന്നു, ദുആ ചെയ്തു, പോയി, പ്രസവിച്ചില്ല. മൂന്നാമതും വന്നടോ, അതാ സ്നേഹം, അതാണൊരു പ്രതീക്ഷ. മൂന്നാമതും ഈ മക്കാമിന്റെ മുമ്പിൽ വന്നിട്ട് ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്തിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് അള്ളാഹു അതിന്റെ റിസൾട്ട് കൊടുത്തില്ലേ? ഇവരെ സ്നേഹിക്കണം. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം മലക്കുകൾക്ക് പരിചയമുള്ള ആൾക്കാരാരാ? തളങ്കരക്കാർക്ക് എല്ലാവർക്കും നിന്നെ അറിയണമെന്നില്ല. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള 5 ആൾക്കാരുണ്ട്. 5 നന്മകൾ ചെയ്യുന്നവരെ അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കും. അവര് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യും. അവര് നാളെ നമ്മളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന, മലക്കുകൾക്ക് പരിചയമുള്ള, മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? ഒരിക്കൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ പ്രവാചകനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പാവപ്പെട്ടവനായ സ്വഹാബി ഇങ്ങനെ കടന്നു പോവുകയാ. നബി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ആ സ്വഹാബി നബി തങ്ങളോട് സലാം പറഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ പാവപ്പെട്ടവനായ സ്വഹാബി ഇങ്ങനെ നടന്നു പോകും. അല്ലാഹുവിന്റെ പ്രവാചകനോട് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അതാ അബൂദർ. നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ലൗ സല്ലമ റദദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ അബൂദർ എങ്ങാനും സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ജിബ്രീലേ, അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? കാരണം അബൂദർ ഒരു പാവപ്പെട്ടവനായ സ്വഹാബിയാണ്. പഠിച്ചവനെ, ആ അടുത്താണ് അബൂദർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എല്ലാവർക്കും അബൂദറിനെ അറിയില്ല. പഠിച്ചവനെ, മക്കക്കാർക്ക് പോലും അബൂദറിന് പരിചയമില്ല. അങ്ങനെയുള്ള പാവപ്പെട്ടവനായ അബൂദർ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുകയാ, അതഅരിഫൂന യാ ജിബ്രീൽ, എന്റെ അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീൽ? എന്റെ അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖി നബിയ്യാ, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബൂദറിനെ എനിക്ക് പരിചയമുണ്ട് നബിയേ, അബൂദറിനെ എനിക്കറിയാ നബിയേ. ദുനിയാവിലെ ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ ദുനിയാവിലെ ജനങ്ങൾക്ക്, ഈ നാട്ടുകാരായ ജനങ്ങൾക്ക് അബൂദറിനെ പരിചയമില്ലെങ്കിലും ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഅ അശ്റു ഫിൽ അർളി, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, എന്നോട് മാത്രമല്ല ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ഈ അബൂദറിന്റെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാ എന്റെ അബൂദറിനെ നിങ്ങൾക്ക് പരിചയം? എങ്ങനെയാ? നിങ്ങൾ എങ്ങനെയാണ് അബൂദറിനെ പരിചയപ്പെട്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അബൂദറിനെ സ്നേഹിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അബൂദറിനൊരു സ്വഭാവമുണ്ട് നബിയേ. അബൂദറിനൊരു സ്വഭാവമുണ്ട് നബിയേ. അബൂദറിന്റെ സ്വഭാവം എന്തെന്നറിയോ? പരിത്യാഗിയായ സ്വഹാബിയാ. പടച്ചവനെ, ദുനിയാവിനോട് യാതൊരു സ്നേഹവുമില്ല. ഈ ദുനിയാവിനോട് യാതൊരു സ്നേഹവുമില്ല. പടച്ചവനെ, പണത്തിനോടോ അധികാരത്തോടോ സ്വത്തിനോടോ സുഖജീവിതത്തിനോടോ ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. പടച്ചവനെ, ആഖിറത്തെ വല്ലാതെ സ്നേഹിച്ച ചെറുപ്പക്കാരനാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ്
പടച്ച റബ്ബേ മലക്കുകൾ സ്നേഹിച്ചതെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ നമുക്ക് നേരെ തിരിച്ചാണല്ലോ. ദുനിയാവിനോട് വല്ലാത്ത പ്രേമമാണല്ലോ. ഒരുപാട് സമ്പാദിക്കണമല്ലോ, ഒരുപാട് വാരിക്കൂട്ടണമല്ലോ, ഹലാലും ഹറാമും നോക്കാറില്ലല്ലോ. പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും കള്ള് കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും നമുക്ക് പണമുണ്ടാക്കണമല്ലോ. പടച്ചവനെ തളങ്കരയിലെ ഏറ്റവും വലിയ കൊട്ടാരം എന്റെയാകണമല്ലോ. എനിക്ക് അധികാരം വേണമല്ലോ. എന്നെ കാണുമ്പോ ജനങ്ങൾ ആദരിക്കണമല്ലോ, ബഹുമാനിക്കണമല്ലോ. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമല്ലോ. അതിനുവേണ്ടി ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുമ്പോ പടച്ചവനെ ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. ദുനിയാവിന് വേണ്ടി ഒന്നും അവിടുന്ന് കരുതി വെക്കാറില്ലായിരുന്നു. പടച്ചവനെ അബൂദർ റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും ദുനിയാവിന് വേണ്ടി എന്തെങ്കിലും കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടിന്റെ മുമ്പിൽ പോയി പ്രഭാഷണം നടത്തുമായിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവരെ ഉപദേശിക്കുമായിരുന്നു. അവരുടെ കയ്യിലുള്ളത് പിടിച്ചു വലിച്ചെറിയുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സഹാബികൾ അവിടുന്ന് പോയി ഒരുപാട് പരാതി പറഞ്ഞല്ലോ. പടച്ചവനെ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരു പാവപ്പെട്ടവനാ, ഒന്നും കരുതി വെക്കാറില്ല, നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല. എന്തെങ്കിലും തന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ വൈകുന്നേരമാകുന്നതിന് മുമ്പ് പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. പടച്ചവനെ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് അവസാനം പടച്ചവനെ അബൂബക്കർ തങ്ങളുടെ കാലം വന്നു, ഉമർ തങ്ങളുടെ കാലം വന്നു. അവസാനം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തുകയാ. റബ്ബേ, ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കണം സഹോദരാ. ഇന്നത്തെ വാപ്പയും ഉമ്മയും പഠിക്കേണ്ട സ്വഹാബിയുടെ കഥയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തി. പടച്ചവനെ അവസാനം മരണത്തിന്റെ സമയമായി, മരണത്തിന്റെ സമയമായി. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ഭാര്യ സന്താനങ്ങൾ അടുത്ത് വിളിക്കുകയാ, തന്റെ ഭാര്യ സന്താനങ്ങൾ അടുത്ത് വിളിക്കുകയാ. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറയുന്നു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾ വാപ്പയോട് ദേഷ്യം വെക്കല്ലേ. വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളെ മരണത്തിന്റെ വേളയിൽ പിടിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നു, മക്കളെ, വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല. നിങ്ങളുടെ വാപ്പാനെ വെറുക്കരുത്, നിങ്ങളുടെ വാപ്പാനോട് ദേഷ്യം വെക്കരുത്. വാപ്പയുടെ കയ്യിൽ സിട്ടിയ സമ്പത്ത് മുഴുവനും വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, അവിടുന്ന് വ്യഭിചരിച്ച് തീർത്തതല്ല. എല്ലാ പാപങ്ങൾക്ക് കൊടുത്തു, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. എന്റെ കയ്യിലൊന്നുമില്ല മക്കള്. അബൂദർ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ? വാപ്പ മരിച്ചു കഴിഞ്ഞാൽ കഫൻ തുണി വാങ്ങാൻ എന്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഇന്ന് മരിച്ചു പോയാൽ കഫൻ തുണി വാങ്ങാൻ ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല. പടച്ചവനെ മക്കളോട് പറയുകയാണ്, കീറാത്ത ഒരു നല്ല തുണി ഈ വീടിനകത്തില്ല. പടച്ചവനെ, എന്റെ കഫം പൊതിയാൻ ഒരു കീറാത്ത തുണി പോലും ഈ വീടിനകത്തില്ല. വാപ്പയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുക്കരുത്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകരുത്. ഞാൻ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചവനാണ്, ആഖിറത്തിന് വേണ്ടി ജീവിച്ചവനാണ്. ഈ ദുനിയാവിനോട് എനിക്ക് വെറുപ്പായിരുന്നു. എന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മക്കളോട് പറയുന്നു, മക്കളെ, വാപ്പ മരിച്ചു കഴിഞ്ഞ എന്ത്
ചെയ്യണമെന്നറിയോ? എന്ത് ചെയ്യണമെന്നറിയോ? എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം, എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം. എന്റെ ജനാസ കുളിപ്പിച്ചിട്ട് എന്നെ എടുത്തു കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് വരുന്നവരെ കണ്ടാൽ അവിടുന്ന് അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ കുളിപ്പിച്ചിട്ട് നിങ്ങൾ എടുത്തു കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുവെക്കണം. ഉംറ കഴിഞ്ഞ് വരുന്നവരെ കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കഫൻ തുണി വാങ്ങാ പൈസയില്ല, പടച്ചവനെ കഫൻ പൊതിയാ തുണിയുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ ജനാസ പൊതിഞ്ഞ് കബറടക്കാ പറയണേ മക്കള്. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളോട് ഉപദേശം കൊടുക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന വാപ്പാ, ഇന്ന് നമ്മൾ നേരെ തിരിച്ചാടോ. പടച്ചവനെ, ചെറിയ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉമ്മ ഉപദേശിക്കുകയാ, വാപ്പ ഉപദേശിക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, നല്ല ജോലി കിട്ടണം, നല്ല ജോലി കിട്ടിയാലേ നല്ല പണമുണ്ടാകൂ, നല്ല പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പടച്ചവനെ, 15 വയസ്സുള്ളവനോടും 25 വയസ്സുള്ളവനോടല്ല, ചെറിയ മക്കളുടെ ഹൃദയത്തില് മാതാപിതാക്കള് പണത്തിനെ കുറിച്ചുള്ള ആർത്തി വെച്ച് കൊടുക്കുകയാ. മക്കളോട് പണത്തിനോടുള്ള ആർത്തി അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാ. പണമില്ലാതെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല, പണമില്ലാതെ ജീവിക്കാൻ പറ്റൂല. പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ടാണോ 10 വയസ്സുകാരനെ കഞ്ചാവ് കച്ചവടത്തിന് പിടിക്കുന്നത്, മയക്കുമരുന്ന് കച്ചവടത്തിന് പിടിക്കുന്നത്? എന്തുകൊണ്ടാ? മക്കള് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴി നോക്കുകയാണ്. കാരണം പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പടച്ചവരെ, മക്കളെ തലതിരിഞ്ഞു പോകാനുള്ള കാരണം മാതാപിതാക്കള് തന്നെയാണല്ലോ. ആർത്തിയാടോ, ഹലാലും ഹറാമും നോക്കാറില്ലല്ലോ. ഏത് വഴിയിലൂടെയും പണമുണ്ടാക്കണമല്ലോ. അത് കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, ഏത് മോശമായ രീതിയിലും പണം സമ്പാദിക്കാൻ നടക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറയുന്ന, മക്കളെ പേടിക്കണ്ട, വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് ഉംറ കഴിഞ്ഞ് വരുന്നവരെ കണ്ടാ പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ആ നിങ്ങൾ കൊണ്ടുവരുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിഞ്ഞ് കബറടക്കാൻ പറയണേ. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് പടച്ചവനെ ലോകത്തോട് വിട പറയുകയാണ്. പടച്ചവനെ, മക്കള് തന്നെ വാപ്പാടെ ജനാസ കുളിപ്പിച്ചു, അവിടുന്ന് ജനാസ ചുമക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ നടന്നു വരുന്ന വഴിയിലെ ജനാസ കൊണ്ടുപോയി വെച്ചിട്ട് ഈ മക്കള് കാത്തു നിൽക്കുകയാ. ആരെയും കാണുന്നില്ല. ഒരുപാട് സമയം അവിടെ കാത്തു നിന്നോ. പടച്ചവനെ, കുറെ സമയം കഴിയുമ്പോ ഒരു സംഘം ഇങ്ങനെ ഉംറ കഴിഞ്ഞു വരികയാണ്. മയ്യത്തിന്റെ ചാരത്ത് നിൽക്കുന്നവരെ കാണുകയാണ്. റബ്ബേ, ആ മക്കള് കരഞ്ഞുകൊണ്ട് പറയും, നീ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ ബാപ്പയാ, കഫൻ തുണി വാങ്ങാൻ പൈസയില്ല റബ്ബേ, പുതിയ നല്ല ഒരു കഫൻ തുണിയുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നിങ്ങളുടെ ബാപ്പാന്റെ ജനാസ നിങ്ങളൊന്ന് പൊതിഞ്ഞ് കബറടക്കട്. പടച്ചവരെ, അതാ മക്കള് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആ സംഘത്തിന്റെ നേതാവ് ആരായിരുന്നെന്നറിയോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലാഹ്, ആരാ അല്ലാഹ്, ഏത് സ്വഹാബിയാ അല്ലാഹ്, കഫൻ തുണി വാങ്ങാൻ പോലും
പോലും പൈസയില്ലാത്ത, പടച്ചവനെ തുണിയൊരു പൊതിയാനൊരു തുണി പോലുമില്ലാത്ത ഈ പാവപ്പെട്ടവൻ ഏത് സഹാബിയാ മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ആ ജനാസയുടെ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദറിനെ കുറിച്ച് പറയുമായിരുന്നു, അബൂദർ മരണപ്പെടുന്നത് ഏകാന്തമായിട്ടാണ്, ഖബർ ഏകാന്തമായ സ്ഥലത്താണ്. നാളെ അബൂദർ ഒറ്റയ്ക്കാണ് പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചവരെ ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരനായ സ്വഹാബി, ആ പാവപ്പെട്ടവനായ സ്വഹാബി, ആ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ സ്നേഹം കിട്ടിയത്. ആ മലക്കുകൾ ആ സഹാബിക്ക് വേണ്ടി ദുആ ചെയ്തത്. ആ സ്വഹാബിയെ പരിചയമുണ്ടാകാനുള്ള കാരണം ദുനിയാവിനെ വലിച്ചെറിഞ്ഞതിന്റെ പേരിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുനിയാവിനെ വലിച്ചെറിഞ്ഞു, ദുനിയാവിനെ വലിച്ചെറിഞ്ഞു, ആഖിറത്തെ സ്നേഹിച്ചു. നമ്മൾ ആഖിറത്തെ മറന്നു ദുനിയാവിനെ സ്നേഹിച്ചു. നമുക്കൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമുണ്ട്, എല്ലാവരും ദുനിയാവിന്റെ പുറകില, വാരി കൂട്ടണം, വാരി കൂട്ടണം, എത്ര കിട്ടിയാലും തികയുന്നില്ല. ദുനിയാവിനോട് വല്ലാത്ത സ്നേഹം. എടോ, ദുനിയാവിനെ സ്നേഹിക്കരുത്, ദുനിയാവിനെ സ്നേഹിക്കരുത്. ഒരുപാട് പേരെ വഞ്ചിച്ചതായി ദുനിയാവ്, ഒരുപാട് പേരെ പറ്റിച്ചതായി ദുനിയാവ്. ഈ ദുനിയാവിനെ നിങ്ങൾ സ്നേഹിക്കരുത്. ദുനിയാവിനെ സ്നേഹിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്നത് 4 ശിക്ഷയാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ദുനിയാവിനെ ഒരാളും സ്നേഹിക്കരുത്. ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ, ഒരിക്കലും അവന്റെ ജോലി തീരൂല, ഒരു കാലത്തും അവന്റെ ജോലി തീരൂല. രാവും പകലും ജോലി. ഈ നിരന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടോ? എനിക്ക് നിങ്ങൾക്കും സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്ത് ചെയ്യുന്ന എത്ര പേരുണ്ട്? സ്വന്തം ഭാര്യയുടെ കൂടെ പോയിട്ട് ആ ഭാര്യയോടുള്ള കടമകൾ പാലിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ സ്നേഹിക്കാൻ സമയമുണ്ടോ? തിന്നാനും കുടിക്കാനും ധരിക്കാനും ഉറങ്ങാൻ സമയമുണ്ടോ സഹോദര? രാവും പകലും ജോലി, രാവും പകലും ജോലി. ഒരു കാലത്തും നിന്റെ ജോലി തീരില്ല. മരിക്കുന്ന കാലം വരെ നീ ഇങ്ങനെ മിശിയും കറങ്ങുന്നത് പോലെ അള്ളാഹു നിങ്ങളെ ഇട്ട് കറക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആരുണ്ടോ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് 7:30 മുമ്പ് കാപ്പി കുടിക്കുന്ന എത്ര പേരുണ്ട്? 7:30 മുമ്പ് നാസ്ത കഴിക്കുന്ന എത്ര പേരുണ്ട്? ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട്? വൈകുന്നേരം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശായിന് മുമ്പ് ഭക്ഷണം കഴിച്ച് 9 മണിക്ക് മുമ്പ് കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട്? മക്കളോടും ഭാര്യയോടുമുള്ള കടമകൾ പാലിക്കുന്ന എത്ര പേരുണ്ട്? സമയമില്ല നമുക്ക്. നമ്മളെല്ലാരും പറയുന്ന മറുപടി ബിസിയാ ഉസ്താദേ. ഇത് നിനക്കല്ല തന്നിരിക്കുന്ന ശിക്ഷയാടാ, ഇത് റബ്ബ് നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷ. ഒരു കാലത്തും നിന്റെ ഈ ജോലി മാറൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നിന്റെ ദാരിദ്ര്യം മാറത്തില്ല. എത്ര സമ്പാദിച്ചു കൂട്ടിയാലും ഒരിക്കലും മാറാത്ത ദാരിദ്ര്യം, ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3ാമത്തെ ശിക്ഷ, നിന്റെ ദുഃഖം ഒരു കാലത്തും മാറൂല, ഒരു കാലത്തും നിന്റെ ദുഃഖം മാറൂല, എന്നും ദുഃഖമായിരിക്കും. 4ാമത്തെ ശിക്ഷ, എത്ര കിട്ടിയാലും നിനക്ക് തികയില്ല. പണം വാരിക്കൂട്ടണം. ഹറാമും ഹലാലും നോക്കാതെ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 പാപങ്ങൾ ചെയ്യുന്നവർ സൂക്ഷിക്കണം, 3 പാപങ്ങൾ ചെയ്യുന്നവർ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ ഏത് വീടിനകത്തുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയും. 3 തെറ്റുകൾ ഏത് വീടിനകത്ത് ചെയ്യുന്നുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആയുസ് കുറയുമെന്നാണ്. ആ 3 കാര്യങ്ങളിൽ ഒരു കാര്യം ഏതെന്നറിയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ?
ഹറാമായ പണം ഈ തളങ്കരയിലെ ഏത് വീടിനകത്തുണ്ടോ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഹറാം വീടിനകത്ത് സൂക്ഷിക്കരുത് സഹോദരാ. അത് വീടിനകത്ത് കേറ്റുക പോലും ചെയ്യരുതല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നടന്നു പോകുന്ന ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണുകയാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പെണ്ണുങ്ങളോട് സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ സഹാബി വനിതകൾ വിചാരിച്ചു ഞാനായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന് വഴിയിലൂടെ നടന്നു പോകുന്ന വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. റബ്ബേ, പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറക് വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണേ നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞിരിക്കുകയാ. നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന നന്മ എന്താണ്? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് പോലെ നിസ്കരിക്കും, ഖുർആൻ ഓതും, സദഖ കൊടുക്കും, ദിക്റുകൾ പറയും, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. ഇവര് പറഞ്ഞു, ഞങ്ങളും അത് ചെയ്യുമല്ലോ. നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് വിറക് വെട്ടുകാരന്റെ ഭാര്യ പറയുകയാ, ഞാൻ എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി മഴുപെടുത്തുകൊണ്ട് വീടിന്റെ പുറത്തിറങ്ങുമ്പോ, രാവിലെ ജോലിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ പെണ്ണ് കൂടെ പോവുകയാ. ജോലിക്ക് ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഇച്ചാ ഹറാമായ പണം ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ. നരകത്തിൽ പോകാൻ പേടിയാ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് ഹറാമിന്റെ പണമോ ഹറാമിന്റെ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണായിരുന്നു. ആ പെണ്ണിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം സ്വർഗമാ സഹോദരാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ, ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനാ. വലിച്ചെറിഞ്ഞു നോക്കടോ, നിന്റെ കൂടെ വരും സഹോദരാ. ഈ ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു നോക്കടോ, അത് പുറകെ വരും സഹോദരാ. സമസ്തയുടെ പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുന്നവരാണല്ലോ. അവരൊക്കെ പടച്ചവനെ ഉടുക്കാനും ധരിക്കാനും കേവലം 1ഉം 2ഉം മുണ്ടുമായി ജീവിച്ചിരുന്ന, 2 ജോഡി വസ്ത്രവുമായി ജീവിച്ചിരുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ചരിത്രം പഠിച്ചവരാ. വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ കൂടെ വരുമടോ. അല്ലാതെ ഇതിന്റെ പുറകെ പോകരുത്, ദുനിയാവിന്റെ പുറകെ പോകരുത്, ദുനിയാവിനെ സ്നേഹിക്കരുത്, പടച്ചറപ്പിനെ മറക്കരുത്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യനിരുന്ന് കരയുകയാ. ഒരു മനുഷ്യനിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചവനെ, ഇങ്ങനെയും നല്ല ഒരു അടിമയുണ്ടല്ലോ പടച്ചവര്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ മനുഷ്യനിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മൂസാ നബി അലൈഹിസ്സലാം അപ്പോഴും അവിടുന്ന് അത്ഭുതപ്പെടുന്നു. അല്ലാഹ്, എന്ത് നല്ല മനുഷ്യനാ അല്ലാഹ്. ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, മൂസാ നബിയേ, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ.
ആ മനുഷ്യനുണ്ടല്ലോ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, ദുആ ചെയ്ത് ഈ രണ്ട് കൈയും മുടിഞ്ഞു വീണാൽ മൂസാ നബിയോട് പടച്ച റബ്ബ് പറയുകയാ, ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് മരിക്കുന്ന കാലം വരെ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്ത് ഈ രണ്ട് കൈയും അങ്ങൊടിഞ്ഞു പോയി. ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് കണ്ണുനീര് തീർന്നു, തലച്ചോറ് കണ്ണിലൂടെ ഒഴുകി വന്നാൽ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. അവിടെന്ന് പടച്ച റബ്ബ് പറയുമ്പോ മൂസാ നബി ചോദിക്കുന്നു, ഇവനെന്തോ പാപം ചെയ്തവനാ അല്ലാ, കൈയൊടിഞ്ഞു വീഴുന്നത് വരെ തലച്ചോറ് കലങ്ങിയിട്ട് കണ്ണിലൂടെ ഒഴുകി വരുന്ന രീതിയിൽ കരഞ്ഞ് ദുആ ചെയ്താൽ ഇവന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താ? ഇവൻ ചെയ്ത പാപം എന്താ? അവിടെന്ന് പറയുന്നു നബിയേ, ഇവൻ ആഖിറത്ത് മറന്നവനാ, ഇവൻ അല്ലാഹനെ മറന്നവനാ, ഇവൻ ദുനിയാവിനെ സ്നേഹിച്ചവനാ, ഇവൻ ദുനിയാവിന് വേണ്ടി ജീവിച്ചവനാ, അതുകൊണ്ട് ഇവന്റെ ദുആ സ്വീകരിക്കില്ല എന്നവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള അടിമയാകണോ? ആ മലക്കുകളുടെ ദുആ കിട്ടുന്ന, ആ മലക്കുകളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയോ? ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിച്ചവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഈ ദുനിയാവിനെ വലിച്ചെറിയാ ആഖിറത്തെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. രണ്ടാമത്തെ മനുഷ്യൻ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകള് സ്നേഹിക്കുന്ന മലക്കുകൾക്ക് പരിചയമുള്ള രണ്ടാമത്തെ മനുഷ്യൻ ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ സുബഹി കഴിഞ്ഞ് പള്ളിയിലിരിക്കുകയാണ്. നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു. ഞാൻ ആ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആളെ നല്ലതുപോലെ പരിചയമുണ്ട്, ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണ്. നബിതങ്ങൾ ഇങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിന്തിക്കുന്നു, ആരാ സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ അതാരാണെന്നറിയുവോ? അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങയുടെ മുന്നിലൂടെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്ന ആ സഹാബി ആരെന്നറിയോ? അത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, എന്റെ ബിലാലിനെ അറിയുമോ? എന്റെ ബിലാലിനെ അറിയുമോ? യാ റസൂലല്ലാഹ്, ബിലാലിനെ എല്ലാ മലക്കുകൾക്കും വല്ലാത്ത പരിചയമാണ് നബിയേ. ബിലാലിനെ എല്ലാ മലക്കുകൾക്കും വല്ലാത്ത പരിചയമാണ്. ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ മസ്ജിദുൻ നബവിയിലെ സ്വഹാബികൾ ഇരിക്കുന്നുണ്ട്. ആ സ്വഹാബത്തിന്റെ ഇടയിലിരുന്നു മഹാനായ സയ്യിദുനാ ബിലാൽ
ബിലാൽ തങ്ങൾ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിക്കുന്നു, ഐന ബിലാൽ, എന്റെ ബിലാൽ വിട്, എന്റെ ബിലാൽ വിട്. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ. എല്ലാ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുന്നു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗത്തില് കണ്ട് ബിലാൽ, നീ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ബിലാൽ. മലക്കുകൾക്ക് നിന്നെ അറിയാം ബിലാൽ, അവൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാണ് ബിലാൽ. നീ എന്ത് നന്മയാ ചെയ്യുന്നത്, നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാഞ്ഞിട്ടല്ല, നബി തങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാ. ബിലാലേ, നിനക്കുണ്ടായിരുന്ന ഒരു നല്ല ഗുണമെന്തേ ബിലാല്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ബിലാൽ തങ്ങളെ മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ദായിമല്ലുദൂ, ബിലാൽ തങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ബിലാൽ തങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു സ്വഭാവമുണ്ട്. എപ്പോഴും ഒളുവോട് കൂടിയാണ് നടക്കുന്നത്. 24 മണിക്കൂറും ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒളുവെടുത്തിട്ടാണ് നടക്കുന്നത്. ഒളുവെടുത്തിട്ട് നടക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട് നിങ്ങൾ 24 മണിക്കൂറും ഒളുവെടുത്തിട്ട് നടക്കണമെന്ന് സിറാജ് പറയുന്നില്ല. നിങ്ങളൊക്കെ 24 മണിക്കൂറും ഒളുവെടുത്തിട്ട് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കുമ്പോഴെങ്കിലും നേരെയൊന്നെടുത്താ മതി. പടച്ചവനെ, ഇന്ന് നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കുമല്ലോ. ആ ഒളുവെടുക്കുന്ന സമയത്ത് പോലും നേരെ ചൊവ്വ ഒളുവെടുക്കാത്തവരാണ്. ആ ഒളുവിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ. പടച്ചവനെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? അല്ലാഹുവിനെ പേടിയുള്ള, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? താടിയിലും തടമ്പിലുമല്ലടോ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണമെങ്കിലോ മാലിക് ദിനാർ പള്ളിയിൽ ഒളുവെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ. ആ ഒളുവെടുക്കുന്ന സ്ഥലത്ത് പോയാ കാണാ. ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണമെങ്കിലോ മാലിക് ദിനാർ പള്ളിയുടെ പടിയിറങ്ങി അങ്ങ് താഴെ ചെല്ലുമ്പോ ഈ സ്റ്റേജിന്റെ പുറകിൽ ഒളുവെടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. ആ സ്ഥലത്ത് നാളെ സുബഹി നമസ്കാരത്തിനല്ലെങ്കിൽ ളുഹർ നമസ്കാരത്തിന് ഒളുവെടുക്കാൻ വേണ്ടി പോയിട്ട് നീ അവിടെ പോയി നിൽക്കടോ. ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടെ ഒളുവെടുക്കുന്നത് കണ്ടാ നീ ഉറപ്പിച്ചോ, അവൻ ഈമാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സമാധാനത്തോടുകൂടി ഒളുവെടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ ഈമാനുണ്ടടോ. പടച്ചവനെ, നമുക്ക് ധൃതിയാണല്ലോ, നമുക്ക് വല്ലാത്ത ധൃതിയാണല്ലോ. ഓടി വന്നിട്ട് കാണിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പടച്ച റബ്ബേ, എന്തിനാണ് ഒളുവെടുക്കുന്നതെന്നറിയോ? മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ഒളുവെടുക്കുമ്പോ കരയുകയാ. ഒളുവെടുക്കുന്ന സമയത്ത് കരയുകയാ. കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരത്തിന്റെ നിറം മാറുകയാണ്. സുഫിയാൻ സൗരി തങ്ങൾ പടച്ചവനെ ശരീരമങ്ങ് കരിനീലിക്കുകയാ. പടച്ചവനെ, ഖബറ് കണ്ടപ്പെടല്ല, മരണത്തെ കുറിച്ച് പറഞ്ഞപ്പെടല്ല, നിസ്കരിക്കുന്ന സമയത്തല്ല, ദുആ ചെയ്യുന്ന സമയത്തല്ല, ഒളുവെടുക്കുന്ന സമയത്ത് മഹാനവറുകളുടെ ശരീരമങ്ങ് നിറം മാറുകയാ. കൈകാല് വിറയ്ക്കുകയാണ്.
സുഫിയാൻ സൗരി തങ്ങള് കരയുകയാ. കണ്ടവർ ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഉളുവെടുക്കുന്ന സമയത്ത് കരയുന്നത്? എന്തിനാണ് ഉളുവെടുക്കുന്ന സമയത്ത് കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40-50 കൊല്ലം കൊണ്ട് ഉളുവെടുക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഇന്ന് വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തിനാ ഉളുവെടുക്കുന്നതെന്ന്? എന്തിനാണ് ഉളുവെടുക്കുന്നതെന്ന്? പടച്ചവനെ, മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവിടെന്ന് പറയുകയാ, ഞാൻ ഉളുവെടുക്കുന്നത് എന്തിനാണെന്നറിയോ? എന്നെ പടച്ച റബ്ബിനെ കാണാനാ. ഞാൻ അല്ലാഹനെ കാണാനല്ലേ ഉളുവെടുക്കുന്നത്. അല്ലാഹനെ കാണാനല്ലേ ഞാൻ ഉളുവെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും മനുഷ്യ? എങ്ങനെ പേടിക്കാതിരിക്കും മനുഷ്യ? എങ്ങനെ എന്റെ കൈകാല് വിറയ്ക്കാതിരിക്കും മനുഷ്യ? ഞാൻ ഉളുവെടുക്കുന്നത് എന്റെ റബ്ബിനെ കാണാനാ. ആർക്കാടോ ഓർമ്മയുണ്ടാകുന്നത്? ഉളുവെടുക്കുമ്പോ അങ്ങനെ ഒരു ചിന്ത ആർക്കാവുള്ളത്? ഉളുവിന്റെ മഹത്വമറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന, നബിയേ, ഉളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ ഉളുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാ. നബി തങ്ങളെ പഠിപ്പിച്ചു. നബി തങ്ങളോട് ഉളുവെടുക്കാൻ പറഞ്ഞു. നബി തങ്ങൾ ഉളുവെടുത്ത് ജിബ്രീലിനെ കാണിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട്, സഹാബാ, ഉളുവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോ സഹാബാ. നബി തങ്ങൾ ഉളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, ഞാൻ ഉളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ, ഞാൻ ഉളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉളുവെടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാൻ ഉളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉളുവെടുത്താൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി